ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫാൻറ്റസി മൂവിയായ ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ആലിസ് എന്നൊരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. അവൾ ഒരു സ്വപ്നം കണ്ട് പേടിച്ചു കിടക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അച്ഛൻ അവളെ സമാധാനിപ്പിച്ച് ഉറക്കിക്കിടത്തി പിന്നീട് പോവുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ആലിസ് വളർന്ന് വലിയൊരു പെൺകുട്ടിയായിരിക്കുകയാണ്. അവളുടെ അച്ഛൻ ജീവനോടെയില്ല. അവളുടെ അമ്മ മാത്രമാണ് ഇപ്പോൾ അവളുടെ കൂടെ ഉള്ളത്. അവളുടെ അമ്മ അവളെ ഒരു പാർട്ടിയിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. അവളുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനുമായി വിവാഹമുറപ്പിക്കാനാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്. ആ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു അവൾ അപ്പോൾ അവിടെ പോയത്. ചേച്ചി അങ്ങോട്ട് വന്ന് അവളോട് പറയുകയായിരുന്നു, ഇപ്പോൾ ഏമിസ് വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യും, അപ്പോൾ നീ യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഏമിസ് എന്ന് പറയുന്നത് അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ പേരാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു പോവുകയാണ്. അപ്പോഴാണ് അവൾ അവിടെ ഒരു മുയലിനെ കണ്ടത്. അവൾ ചെറുപ്പം മുതൽ എന്നും സ്വപ്നത്തിൽ കാണാറുള്ള മുയൽ തന്നെയായിരുന്നു അത്. ആ മുയലിനെ കണ്ടതും പെട്ടെന്ന് അവൾ ഏമിസിനോട് തനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആ മുയലിൻ്റെ പിന്നാലെ ഓടി. ആ മുയൽ ഒരു ചെറിയ കുഴിയിലേക്കാണ് പോയത്. ആ കുഴിയിലേക്ക് അവൾ എത്തി നോക്കിയതും അവൾ കാല് തന്നെ അതിലേക്ക് വീണു. അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുറ്റിലും 4 വാതിലുകളുള്ള ഒരു റൂമിലേക്കാണ് ചെന്ന് വീണത്. ആ വാതിലുകളെല്ലാം അവൾ തുറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അപ്പോഴാണ് അവിടെ ഒരു ടേബിളിൽ ഒരു താക്കോലും ഒരു കുപ്പി വൈനും ഇരിക്കുന്നത് അവൾ കണ്ടത്. ആലിസ് ആ താക്കോൽ കയ്യിലെടുത്തു. ആ വൈൻ കുടിച്ചു. അത് കുടിച്ചതും പെട്ടെന്ന് അവൾ ചെറുതായി പോവാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ വാതിലുള്ളതായി അവൾ കണ്ടത്. ആ താക്കോൽ ഉപയോഗിച്ച് ആ വാതിൽ തുറന്ന് പുറത്ത് കടന്നു. അപ്പോഴാണ് അവൾ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നത്. അത് കണ്ട് അവൾ ആകെ ഷോക്കായിപ്പോയി. അവൾ എന്നും സ്വപ്നത്തിൽ കാണാറുള്ള സ്ഥലമായിരുന്നു അത്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഒരു മുയലും അതിൻ്റെ കൂടെ ഒരു എലിയും 2 പയ്യന്മാരും അവളുടെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അതിലുണ്ടായിരുന്ന എലി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നീയാണോ ആലിസ്? അവൾ ആകെ ഷോക്കായിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് ഒരു എലി സംസാരിക്കുന്നത് അവൾ കാണുന്നത്. ആ എലി മാത്രമല്ല, അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും സംസാരിക്കാൻ കഴിവുള്ളതായിരുന്നു. അപ്പോൾ ആ എലി പറയുകയായിരുന്നു, ഇത് നമ്മുടെ ആലിസ് ആണെന്ന് തോന്നുന്നില്ല. ആയിരുന്നെങ്കിൽ അവൾക്ക് പഴയ കാര്യങ്ങൾ എല്ലാം ഓർമ്മയുണ്ടായേനെ. അപ്പോൾ മുയൽ പറയുകയാണ്, അല്ല, ഇത് ആലിസ് തന്നെയാണ്. ഞാൻ ഇവളെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പൂവ് പറയുകയാണ്, നമുക്കിവളെ ഇരുടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അയാൾക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ ആലിസ് തന്നെയാണോ എന്ന്. എല്ലാവരും കൂടി ആലിസിനെ ഒരു പുഴുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആ പുഴു അവളോട് ചോദിച്ചു, ആരാണ് നീ? അവൾ പറഞ്ഞു, എൻ്റെ പേര് ആലിസ് എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആലിസ് അത് ഞാനല്ല. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ സ്വപ്നത്തിൽ എപ്പോഴും കാണാറുള്ള സ്ഥലങ്ങളാണ്. പുഴു പറഞ്ഞു, ഞങ്ങളുടെ ആലിസ് നീയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാലും നീ ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഒരു താളിയോല പോലെയുള്ള എന്തോ അവൾക്ക് ആലിസിന് കൊടുക്കുകയാണ്. അതിൽ ഇതുവരെ നടന്ന കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൾ വലിയൊരു ജീവിയെ കൊല്ലുന്നതായും അതിൽ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ എലി തറപ്പിച്ച് പറയുകയാണ്, ഇത് നീ തന്നെയാണ്. ആ ജീവിയെ നീ കൊല്ലണം. അതുകൊണ്ടാണ് വിധി നിന്നെ ഇങ്ങോട്ടെത്തിച്ചത്. ആലിസ് പേടിച്ചുപോയി. അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയൊരു ജീവിയെ കൊല്ലാൻ കഴിയുക? അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവരെ ആക്രമിക്കാൻ ആരോ വരുന്നത് അവർ കണ്ടത്. അത് റെഡ്ചിനിൻ്റെ ആൾക്കാരായിരുന്നു. ആ മൃഗം ആലിസിൻ്റെ നേർക്ക് വന്നു. അപ്പോഴേക്കും എലി ചാടി ആ മൃഗത്തിൻ്റെ തലയിൽ കയറിയിരുന്നു. അതിൻ്റെ കണ്ണെടുത്തു കൊണ്ടുപോയി. അപ്പോഴേക്കും ഒരു വലിയ പക്ഷി വന്ന് അവിടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാരെ ആ പക്ഷി എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നീട് റെഡ്ചിനിൻ്റെ കൊട്ടാരമാണ് കാണിക്കുന്നത്. അവിടുത്തെ രാജ്ഞിയോട് അവളുടെ സൈന്യാധിപൻ ആ താളിയില കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പെറ്റിനെ കൊല്ലാൻ ആലിസ് എന്നൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. രാജ്ഞി പറഞ്ഞു, അവളെ എവിടെ കണ്ടാലും പിടിച്ചു കൊണ്ടുവരാൻ. ആലിസിനെ കണ്ടുപിടിക്കാനായി ആ സൈന്യാധിപനും അവൻ്റെ ആളുകളും പോവുകയാണ്. ഇതേ സമയം ആലിസ് ആവട്ടെ അവിടെ ഒരു പൂച്ചയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അവൾ കരുതിയിരുന്നത് ഇതെല്ലാം ഇപ്പോഴും ഒരു സ്വപ്നമായിരിക്കുമെന്നാണ്. 16 വർഷമായി അവൾ ഇതൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അവൾ സ്വപ്നലോകത്താണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ സംസാരിച്ചു നിന്ന ആ പൂച്ച അവളെ ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അയാളുടെ പേരാണ് മാർട്ടിൻ. മാർട്ടിൻ അവളെ വിളിച്ചുരുത്തി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു.
എന്നിട്ട് അവളോട് ചോദിച്ചു, നീയാണല്ലേ ആ ജീവിയെ കൊല്ലാൻ പോകുന്നത്? അപ്പോൾ ആലിസ് പറഞ്ഞു, ഞാനല്ല, എനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ. അപ്പോൾ മാർട്ടിൻ പറയും, നീ അതിനെ കൊല്ലും, അതാണ് നിന്റെ വിധി. ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് റെഡ്ജീനിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട മാർട്ടിൻ പെട്ടെന്ന് ഒരു മരുന്ന് കൊടുത്ത് അവളെ ചെറുതാക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൽ അവളെ ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴേക്കും റെഡ്ജീനിന്റെ ആളുകൾ അവിടെ വന്നു കഴിഞ്ഞിരുന്നു. ആലിസ് ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് അവർ വന്നത്. അവർ പോയി കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ആലിസിനെ അവന്റെ തൊപ്പിയിൽ വെച്ച് എവിടേക്കെയോ പോവുകയാണ്. അപ്പോൾ ആലിസ് ചോദിച്ചു, റെഡ്ജീനിയും നിങ്ങളും തമ്മിൽ എന്താണ് ശത്രുത? ഞാൻ എന്തിനാണ് ആ ജീവിയെ കൊല്ലുന്നത്? ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.